ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പവർ ബൈറ്റിൻ. ദളപതി വിജയ് നായകനാക്കി വെങ്കട് പ്രഭു സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ഗോട്ട് അഥവാ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറഞ്ഞൊരു സിനിമ. അങ്ങനെ ഏറെ നാളത്തെ കാത്തിരിപ്പുകൾക്ക് ശേഷം ആ ഒരു ഗോട്ട് സിനിമ തിയേറ്ററുകളിലേക്ക് വേൾഡ് വൈഡായിട്ട് തന്നെ ഇന്ന് റിലീസൊക്കെ ആയിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ഈ ഒരു പടത്തിൻ്റെ 4 മണിക്കലത്തെ ആ ഒരു ഷോയ്ക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ദളപതി വിജയ് അദ്ദേഹത്തിൻ്റെ ആക്ടിങ് കാര്യങ്ങളൊക്കെ കില്ലൻ തന്നെ ആയിട്ടുണ്ട്. പ്രഭുദേവ, അതേപോലെ തന്നെ ജയറാം തുടങ്ങിയവരൊക്കെ, പ്രശാന്ത് തുടങ്ങിയവരൊക്കെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആക്ടിങ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. സിനിമയുടെ മ്യൂസിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കൊരു പേഴ്സണലി ആവറേജ് ആയിട്ടാണ് തോന്നിയത്. അതേപോലെ തന്നെ ഈ ഒരു സിനിമയിൽ യോഗി ബാബുവൊക്കെ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. എനിക്ക് ഈ ഒരു സിനിമയിൽ കോമഡി കാര്യങ്ങളൊക്കെ അത്യാവശ്യം വർക്കൗട്ട് ആയിട്ടുണ്ട്. ചിലർക്ക് വർക്കൗട്ട് ആയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്, ബട്ട് എനിക്ക് നല്ല രീതിയിൽ കോമഡീസ് കാര്യങ്ങളൊക്കെ ഈ ഒരു സിനിമയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു സിനിമയിൽ ദളപതി വിജയ് അദ്ദേഹത്തിൻ്റെ ചില ഡാൻസ് സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ വേറെ ലെവൽ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പടത്തിൽ എനിക്ക് കൂടുതലായിട്ടും ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ദളപതി വിജയ് അദ്ദേഹത്തിന്റെ ആ ഒരു സ്ക്രീൻ പ്രസൻസ് കാര്യങ്ങളൊക്കെയാണ്. സോ നമ്മൾ ദളപതി വിജയ് പടങ്ങളിൽ കാണാറുള്ളത് പോലെ തന്നെ ചില ടിപ്പിക്കൽ സംഭവങ്ങളൊക്കെ ഈ ഒരു പടത്തിലും നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഈ ഒരു സിനിമയിൽ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയ കാര്യം എന്ന് പറയുന്നത് ആ ഒരു CGI സെറ്റപ്പ് ഒക്കെയാണ്. അതായത് ദളപതി വിജയുടെ യങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്ന സമയത്ത് ചെറിയ രീതിയിലുള്ള ലാഗ്, അതായത് ആ ഒരു CGI സെറ്റപ്പ് നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ച് ചെയ്തിട്ടുള്ള ആ ഒരു സംഭവങ്ങളൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് ക്ലിക്കായില്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അത് എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. അപ്പോൾ അതൊക്കെ തന്നെയാണ് എനിക്ക് ഈ ഒരു സിനിമയിൽ നെഗറ്റീവായിട്ട് ആകെ തോന്നിയിട്ടുള്ളത്. പിന്നെ കൂടുതലൊന്നും നമ്മൾ ഈ ഒരു പടത്തെക്കുറിച്ച് പറയുന്നില്ല, കാരണം അത് സ്പോയിലർ ആകും. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലൊന്നും ഈ ഒരു സിനിമയെക്കുറിച്ച് അങ്ങനെ പറയുന്നില്ല. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഈ ഒരു പടത്തിൽ. പിന്നെ ചില സർപ്രൈസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള കാര്യം ഷുവറാണ്. അപ്പോൾ നമ്മൾ മുൻപേ തന്നെ അറിഞ്ഞിരുന്നതാണ് ഈ ഒരു സിനിമയിൽ ചില ഗസ്റ്റ് അപ്പിയറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള കാര്യം. അത് ആരാണ് ഈ ഒരു സിനിമയിൽ വരുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും നമ്മളിവിടെ പറഞ്ഞില്ല, കാരണം അത് സ്പോയിലർ ആകുന്നുള്ള കാര്യം ഷുവറാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നില്ല. സോ നിങ്ങൾ ഈ ഒരു സിനിമ തിയേറ്ററിൽ പോയിട്ട് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു സിനിമയിലുള്ള ഗസ്റ്റ് അപ്പിയറൻസ് കാര്യങ്ങളെക്കുറിച്ചൊക്കെ. അപ്പോൾ അത്രയ്ക്ക് തന്നെയാണ് ഗൈസ് ഈ ഒരു പടത്തിനെ കുറിച്ച് നമുക്ക് കൂടുതൽ പറയാനുള്ളത്. അപ്പോൾ ആരൊക്കെയാണ് ഗൈസ് ഈ ഒരു ഗോട്ട് സിനിമ തിയേറ്ററിൽ പോയിട്ട് കണ്ടിട്ടൊക്കെ ഉണ്ടായിരുന്നത്? സോ നിങ്ങൾ ഈ ഒരു പടത്തിനെ കുറിച്ചുള്ള നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ തീർച്ചയായും ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. പിന്നെ മെയിൻലി ഞാനൊരു കാര്യം പറയട്ടെ ഗൈസ്, ഈ ഒരു സിനിമയിലെ പാട്ട് കാര്യങ്ങളൊക്കെ അത്യാവശ്യം ആവറേജ് ആണ് എങ്കിൽ പോലും അതിലെ വിഷ്വൽസ് കാര്യങ്ങളൊക്കെ വേറെ ലെവലായിട്ടുണ്ട് എന്നുള്ളത് ഷുവറാണ്. അപ്പോൾ ആരൊക്കെയാണ് ഗൈസ് ഈ ഒരു ഗോട്ട് പടം തിയേറ്ററിൽ പോയിട്ട് കണ്ടിട്ടൊക്കെ ഉണ്ടായിരുന്നത്? തീർച്ചയായും താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ സോ ദാറ്റ്സ് ദ വീഡിയോ ഗൈസ്.